സാൻഡൽവുഡ് പ്ലാന്റേഷൻ എമൗണ്ട് 18 ലക്ഷം രൂപ. ഇതിന് റവന്യൂ എപ്പോഴും കിട്ടാം 10 മുതൽ 15 കൊല്ലത്തിനുള്ളിൽ ഇത് മുറിച്ച് ഗവൺമെന്റ് കൊടുത്താൽ ആരാണ് പ്രോപ്പർട്ടിയുടെ ഓണർ അവരുടെ അക്കൗണ്ടിലേക്ക് 2 കോടി മുതൽ 5 കോടി രൂപ വരെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കിട്ടുന്ന പൈസ നോക്കി തന്നു വളർത്തി തന്നതിന് 5% കമ്പനി. ക്ലിയർ ആയല്ലോ? അപ്പൊ കമ്പനി ലക്ഷ്യം എന്താ? 28,000 പ്ലോട്ടുകൾ വിറ്റഴിക്കുക. അപ്പൊ കമ്പനി ലക്ഷ്യം ഈ 28,000 പേർക്ക് 5 കോടി ഉണ്ടാക്കി കൊടുക്കാന്നുള്ളതാണ് കമ്പനിയുടെ ആവശ്യം. അപ്പൊ ഈ ചന്ദനമണിയിൽ 20 എണ്ണം നോക്കി പരിപാലിച്ചു കൊടുത്താൽ കമ്പനിക്ക് 5% കിട്ടും. അപ്പൊ ടീച്ചർക്ക് 5 കോടി കമ്പനി വാങ്ങിത്തന്നു. എത്ര തരണം? 25 ലക്ഷം രൂപ. അപ്പോ അങ്ങനത്തെ 28,000 × 25 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന കമ്പനി ലക്ഷ്യം. അപ്പൊ എത്രയും 28,000 × 25 ലക്ഷം എന്ന് പറയുമ്പോൾ 7,000 കോടി രൂപ കമ്പനി. എങ്ങനെയാണ്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും 5 കോടി വാങ്ങി തന്ന കമ്പനിക്ക് എന്ത് കിട്ടും? 7,000. എവിടെന്നാ? ഗവൺമെന്റിൽ നിന്ന്. ക്ലിയർ ആയല്ലോ? അപ്പോ 5 കോടി ഉണ്ടാക്കി തരാന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോ അതിൽ നിന്ന് 5%. അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ. എന്റെ പണി അല്ലേ? ഐ മേക്ക് മണി. ഞാൻ പൈസ ഉണ്ടാക്കുന്നു ബൈ ഹെൽപ്പിംഗ് യു ടു മേക്ക് മണി. നിങ്ങളെ പണം ഉണ്ടാക്കാൻ സഹായിച്ചുകൊണ്ട് ഞാനും പണം ഉണ്ടാക്കുന്നു. തെറ്റാണ്. ഇത് എനിക്ക് കമ്പനിക്ക് 7,000 കോടി രൂപ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്ഥലം മേടിക്കാതിരിക്കും? ഇല്ല, നിങ്ങൾക്ക് 5 കോടി മേടിച്ചിട്ടുണ്ടല്ലേ അല്ലേ? അപ്പൊ 2 കോടി മേടിച്ചിട്ട് കമ്പനിക്ക് എത്ര നഷ്ടമാണെന്ന് അറിയും? നിങ്ങൾക്ക് വൈകുന്നേരം പറഞ്ഞ പൈസ കിട്ടിയില്ല, കറക്റ്റ് കമ്പനിക്ക്. അപ്പൊ കമ്പനി എന്ത് ചെയ്യണം? ഇതിന് നല്ല വളം അല്ലെ ഇതൊക്കെ കൊടുത്ത് ഇത് എന്താ പറയാ ഇതിനൊക്കെ ഉത്സാഹമാക്കുന്ന ഉത്തരവാദിത്തം ആരില്ല? കമ്പനിക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രൊജക്റ്റാണ് ഈ. അപ്പൊ ചിലർ ചോദ്യം സാറേ 15 കൊല്ലം കാത്തിരിക്കുന്നത് നെക്സ്റ്റ് പ്രൊജക്ട് ഒന്ന് വേണ്ട. 5 സെന്റ് ഭൂമിയില് 16 മലകൾക്കിടയിൽ ഒരു കോട്ടേജ് എമൗണ്ട് 95 ലക്ഷം. അയ്യോ 95 ഇല്ലല്ലോ, വേണ്ട. 1 ലക്ഷം 1 ലക്ഷോ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യും. അപ്പൊ രണ്ടാമത്തെ പ്രശ്നം കൂടെ എന്താ? പെട്ടെന്ന് വിട്ടേക്ക് വാടക. അപ്പൊ അവിടെ അപ്പൊ ആദ്യത്തെ വരുമാനം എന്താ? ഫസ്റ്റ് വരുമാനം ആദ്യത്തെ സാലറിയിൽ ഓൺലി കൾട്ടിവേഷൻ ഇൻകം മാത്രമേ ഉള്ളൂ. പ്ലസ് ഭൂമി മറിച്ചിട്ട് കിട്ടുന്ന ലാൻഡ് അപ്രീസിയേഷൻ. രണ്ടാമത്തിൽ 3 വരുമാനമാണ്. 1 റെന്റൽ ഇൻകം, 2 അഗ്രികൾച്ചർ ഇൻകം 14 മണികളുണ്ട്, 3 ലാൻഡ് അപ്രീസിയേഷൻ. നേരത്തെ എന്താ പറഞ്ഞ 22 ലക്ഷം രൂപ മേടിച്ചത് അല്ലെ? 45 ലക്ഷം രൂപ 2 കോട്ടേജുകൾ. ഇന്ന് വില എത്രയും? 1 കോടി 90 ലക്ഷം. എത്ര ലാഭം? 1 കൊല്ലമാവുന്നതിന് മുമ്പ് 1 കോടി 45 ലക്ഷം ലാഭം. ലാൻഡ് അപ്രീസിയേഷൻ. ഇത് നിങ്ങൾ അറിയാവുന്ന രഹസ്യം പറയട്ടെ. കേരളം എന്ന നമ്മുടെ സംസ്ഥാനം ടോട്ടൽ വിസ്തീർണമുള്ളത് 96 ലക്ഷം ഏക്കറാണ്. എനിക്കും കേരളത്തിന്റെ ടോട്ടൽ വിസ്തീർണം 96 ലക്ഷം ഏക്കർ. ഇനി സെല്ലബിൾ പ്രോപ്പർട്ടി കേരളത്തിൽ വിൽക്കാനായിട്ട് ഇനി ആകെയുള്ളത് 10 ലക്ഷം ഏക്കറാണ്. ഓക്കെ, 10 കൊല്ലം കഴിഞ്ഞ ജനസംഖ്യ കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഭൂമി കൂടുന്നുണ്ടാവും ഇല്ല. അപ്പൊ എന്ത് പറ്റും? ഇന്ന് ബാംഗ്ലൂര് അല്ലെ, ഉത്തർപ്രദേശ്, ബോംബെ ഇവിടൊക്കെ എന്തായി? സ്ക്വയർ ഫീറ്റായി. കൊച്ചിയിൽ ഒരു മിക്ക സ്ഥലത്തും സ്ക്വയർ ഫീറ്റായി. അപ്പൊ ഇപ്പൊ വാങ്ങിയ ഭൂമി എന്ത് ചെയ്യാം? നമുക്ക് 10 കൊല്ലം കഴിയുമ്പോൾ സ്ക്വയർ ഫീറ്റിൽ വിൽക്കാം അല്ലേ? അപ്പൊ 3 വരുമാനമാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മൂന്നാമത്തെ പ്രൊജക്റ്റാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. 12 ഏക്കറിൽ വയനാട് പുൽപ്പള്ളി സ്ഥിതി ചെയ്യും. ഇതിന്റെ ഗുണം നമുക്ക് 3 വരുമാനമുള്ളത് ഇവിടെ അത് 4 എണ്ണമായിട്ട് മാറും. അതായത് ഇവിടെ ചന്ദന കൃഷിക്ക് പുറമെ ഇവിടെ എന്തൊക്കെയുണ്ട്? ഈ ഭൂമിയിൽ എന്തൊക്കെയുള്ളതൊക്കെ ഉണ്ടാവും. എന്തൊക്കെ നിങ്ങൾ അവിടെ വെക്കാൻ പറ്റുമോ എല്ലാ തരം കൃഷികളും ഇവിടെയുണ്ട്. ഓക്കെ, ഒരു സന്തോഷ വാർത്ത കൂടിയിട്ടുണ്ട്. ഇതിന്റെ കല്ലിടൽ ചടങ്ങ്, ഈ 12 ഏക്കറിന്റെ കല്ലിടൽ ചടങ്ങ് ജനുവരി 31-ാം തീയതി വൈകിട്ട് 4 മണിക്ക് നമ്മൾ നടത്തപ്പെടുകയാണ്. പണി തുടങ്ങുകയാണ്. ആ പണി അവിടെ നിന്ന് തുടങ്ങുമ്പോൾ ഇതിന്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്. ഒരു 6 to 8 മന്തിനുള്ളിൽ തന്നെ റവന്യൂ തുടങ്ങാൻ പറ്റുമെന്നാണ്. പക്ഷെ എല്ലാവരും പറയുന്നത് 1 കൊല്ലാണെങ്കിൽ കൂടെ അതിനു മുമ്പേ തന്നെ ഇതിന്റെ വരുമാനം കിട്ടിത്തുടങ്ങും. പിന്നെ ഗുണമെന്താ? ചീരയ്ക്ക് എത്ര സമയം വേണം?
28 ദിവസം അല്ലേ? മുട്ട കോഴി എത്ര ദിവസം വേണം ഒരു കോഴി വരെ മുട്ടയുടെ? എത്രയോ അല്ലെ? അപ്പൊ ഇതൊക്കെ ഇനി വരാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഇതിന്റെ കൂടെ റവന്യൂ. അപ്പൊ എന്തായി? അഗ്രികൾച്ചർ ഇവിടെ മറ്റൊന്നും കൂടെ ഒരു അല്ലെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗിൽ നിന്നുള്ള വരുമാനം കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ എല്ലാത്തരം കൃഷികളും ഉണ്ട്, ഫാം ടൂറിസം കോട്ടേജുകളുണ്ട്, അതിന്റെ വരുമാനമുണ്ട്. അതിന് വീടുകളുണ്ട്.